ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ഓറഞ്ച് പിന്നെ അതേപോലെ തന്നെ ക്യാരറ്റ് ബീട്രൂട്ട് സോപ്പൊക്കെ ഉണ്ടാക്കുന്നതല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മഞ്ഞളിൻ്റെ വേപ്പിലയുടെയും ഒരു അടിപൊളി സോപ്പാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ വീഡിയോ സോപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ അതിൽ റോസ് വാട്ടർ ഗ്ലിസറിന് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സോപ്പിൽ നമ്മൾ ഇതൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മഞ്ഞളും പിന്നെ അതേപോലെ തന്നെ ആര്യവേപ്പില എടുത്തിട്ടുണ്ട്. ഈ ഫുൾ മഞ്ഞൾ നമ്മളിവിടെ എടുക്കുന്നില്ല കേട്ടോ. അതാ ഇത്രയും മഞ്ഞളാണ് ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ആര്യവേപ്പില ഇതേപോലെ നമ്മൾ അതിൽ നിന്ന് ആ ഒരു ലീഫ്ലെറ്റിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി ഒന്ന് കഴുകി എടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം മഞ്ഞൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിൻ്റെ ആ ഒരു ചെറിയൊരു ഇതൊക്കെ തൊലിയുടെ ഇതൊക്കെ ആ മഞ്ഞൾമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതാ ഞാനിതൊന്നും നല്ല വൃത്തിയിലാക്കിയിട്ടൊന്ന് കഴുകി എടുക്കണം കേട്ടോ. ഇനി മഞ്ഞൾ നന്നായിട്ട് അരിഞ്ഞ് കിട്ടണമെങ്കിൽ ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കാൻ. അപ്പം ഞാനിതാ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുകിയത് കൊണ്ട് തന്നെ ചെറിയൊരു വാട്ടർ കണ്ടന്റ് കണ്ടില്ലേ, ഒരു നീര് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ഒഴിച്ച് കളഞ്ഞിട്ടാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു പേസ്റ്റാണ് നമ്മൾ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുള്ളൂ. അപ്പം ഇനി നമുക്ക് ഇനി സോപ്പ് ബേസ് എടുക്കാം. സോപ്പ് ബേസ് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തത് 250 പകുതി സോപ്പ് ബേസ് വെച്ചിട്ടാണ് സോപ്പ് ഉണ്ടാക്കിയത്. അതിൻ്റെ ബാക്കി പകുതി വെച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ ഈ ഒരു ടെർമറിക്കിൻ്റെ ആര്യവേപ്പിൻ്റെ സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതാ സോപ്പ് ബേസ് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാം. സോപ്പ് ബേസിൽ മഞ്ഞ കളർ എൻ്റെ കൈമത്തെ മഞ്ഞളുടെ കളറാണ് കേട്ടോ. അപ്പോൾ ഇതാ സോപ്പ് ബേസ് പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മെൽറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ സോപ്പ് ബേസ് നന്നായി മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, മഞ്ഞളുടെ ആര്യവേപ്പിലിൻ്റെ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. ഇതിൽ വേറെ ഒന്നും നമ്മൾ ഓറഞ്ചിൻ്റെ സോപ്പ് ഉണ്ടാക്കുമ്പോഴും ക്യാരറ്റ് ബീട്രൂട്ട് സോപ്പ് ഉണ്ടാക്കുമ്പോഴൊക്കെ റോസ് വാട്ടറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. കാരണം മഞ്ഞളും ആര്യവേപ്പിലും നമ്മുടെ സ്കിന്നിന് നല്ല ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഇത് മാത്രം മതി എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് മാത്രം, ഈ ഒരു പേസ്റ്റ് മാത്രം ഞാൻ ആഡ് ചെയ്യണുള്ളൂ കേട്ടോ. സോപ്പ് ബേസ് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നല്ല ആയുർവേദിക് സോപ്പാണ്. അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കുറച്ച് ഒരു 5 മിനിറ്റ്സ് എങ്കിലും മതി കേട്ടോ ഉണ്ടാക്കി വെക്കാണ്ട്. പിന്നെ 3 മിനിറ്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. നല്ല ഈസി ആയിട്ടുള്ള സോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചപ്പോൾ ഈ ഒരു കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കളറൊന്നും ഇതിൽ ആഡ് ചെയ്യേണ്ട, ഈ ഒരു കളർ മാത്രം മതി കേട്ടോ സോപ്പിന്. പിന്നെ അതേപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിൽ ഒന്നും ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഒരു പത പോലെ മുകൾ ഭാഗത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതേപോലെ സ്പൂണായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ അതൊക്കെ അതിൽ മെൽറ്റായിട്ട് പോകും കേട്ടോ. ഇനി നമുക്ക് സോപ്പ് മൗളിൽ ജസ്റ്റ് ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച മിക്സ്ചർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ 50 ഗ്രാമിൻ്റെ സോപ്പ് മൗൾഡ് തന്നെ ഈ സെയിം സോപ്പ് മൗണ്ടിൽ തന്നെ ഉണ്ടാക്കാറ് കേട്ടോ. അപ്പോൾ 50 ഗ്രാമിൻ്റെ സോപ്പ് മൗണ്ടിലേക്ക് ഉള്ള കിട്ടിയിട്ടുണ്ട്, കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് വണ്ണിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാൻ കുറച്ച് കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല. നമുക്ക് ചെറിയ സോപ്പ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ സോപ്പ് ഉണ്ടാക്കിയാൽ നമ്മളൊന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുമല്ലോ എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ബാക്കി നിങ്ങൾ സെയിൽ ചെയ്യാൻ വെക്കണമെങ്കിൽ അങ്ങനെ മാറ്റി വെക്കാം. അപ്പോൾ ഞാനങ്ങനെ ചെറുത് അങ്ങനെ തന്നെ ഞാൻ ചെയ്യാറ്. എനിക്ക് കുറച്ച് ചെറിയ സോപ്പായിട്ട് കിട്ടുകയാണെങ്കിൽ അതങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കും. പിന്നെ ബാക്കി നമ്മൾ സെയിൽ ചെയ്യാൻ മാറ്റി വെക്കും. പിന്നെ നമ്മൾ 3 ഹവേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ സോപ്പ് എടുക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ സോപ്പ് മൗണ്ടിൽ നിന്ന് സോപ്പ് വിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോവുകയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. നല്ല ഹാർഡായിട്ട് തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇങ്ങനെയൊരു ഈ ഒരു ഐഡിയയുടെ സോപ്പ് ഉണ്ടാക്കി നോക്കൂ. കാരണം അടിപൊളിയാണ്, ഈസിയാണ്, വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ മഞ്ഞളാണെങ്കിലും ആര്യവേപ്പാണെങ്കിലും നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം ഞാൻ ആ ഒരു പേസ്റ്റ് മാത്രമേ സോപ്പ് ബേസിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, അസ്സലാമു അലൈക്കും.